Okay. Okay, good morning all of you. All of you mark the attendance. Okay. Good morning. അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഏതാണ് എ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അക്ഷരത്തില് തുടങ്ങുന്ന വാക്കുകളും പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നും എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ? നമ്മളിപ്പോ അക്ഷരദീപം ബുക്കിൽ ഏതുവരെ എത്തി എഴുതിയിട്ട് ഒന്ന് നോക്കാം അല്ലേ? ഓക്കെ, all of you take your slate. എല്ലാവരും സ്ലേറ്റ് എടുത്തേ മക്കളെല്ലാവരും. കൊറേ നേരം സംസാരിക്കുകയും ചെയ്തില്ലേ എല്ലാവരും അല്ലേ? ഓയ്ഷ്, എന്തൊരു സംസാരായിരുന്നു. സ്ലേറ്റ് എടുത്തോ മക്കളെല്ലാവരും? യെസ് ഓർ നോ? ഒന്ന് തമ്പ് കാണിച്ചേ. യെസ്. പെൻസിലും എടുക്കണേ. അപ്പൊ നമ്മള് ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊന്ന് ഓർമ്മിക്കണ്ടേ നമുക്ക് ആദ്യം? വേണോ? അപ്പൊ അതില് ഫസ്റ്റ് വൺ ഏതാണ്? എഴുതി കാണിച്ച എല്ലാവരും മിസ്സിനെ നോക്കട്ടെ. ഫസ്റ്റ് വൺ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ സൂപ്പറായി എഴുതിയിട്ടുണ്ട് ദക്ഷിണയല്ലേ? വേറെ ആരാ എഴുതിയ നോക്കട്ടെ. യാൻദേവ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് അനുശ്രീ എഴുതിയോ? ജൂഡ് ജെയ്മോൻ എഴുതിയിട്ടുണ്ട്. കശ്യപ് ഷൈജു എഴുതി. നെക്സ്റ്റ് നിഹാര. ഇവിടെ ഡിയോൺ എഴുതിയോ? ഡിയോൺ. ജുവാനാസിന. ആഷ്നി എന്തായി എഴുതിയോ? അർണവ്. പിന്നെ ആരാ നോക്കട്ടെ. ഇവിടെ സഹൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അൻവി രതീഷ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏഞ്ചൽ മരിയ എഴുതുന്നില്ല. ഇവിടെ ദക്ഷിത് എഴുതിയിട്ടുണ്ട് അല്ലെ? ദക്ഷിത് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ജുവൽ സിജു എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അതിജിത്ത് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. റിദ ഫാത്തിമ. വെരി ഗുഡ്. ഇവ തെരേസ വീഡിയോ ഓൺ ചെയ്തേ മോളെ. നെക്സ്റ്റ് പിന്നെ ആരാ എഴുതിയ നോക്കട്ടെ. ബ്രാഞ്ചിനാബ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. ലാമിയ ഫാത്തിമ ഇവിടെയാണോ എഴുതുന്നത്? ഓക്കെ, വെരി ഗുഡ്. അത് വായിച്ചു കേട്ടോ ലാമിയ. നെക്സ്റ്റ് വൺ. അടുത്ത് നമുക്ക് എഴുതാം അല്ലെ? എല്ലാ മക്കളും എഴുതിയല്ലോ. അടുത്തത് ഏതാ മിസ് എഴുതുന്നത് നോക്കാം നമുക്കല്ലേ? അടുത്ത് നമ്മൾ ഏത് അക്ഷരാ പഠിച്ചേ? ഉള്ളിൽ ഇങ്ങനെ കൂട്ടി അല്ലേ? ഓക്കെ, റാ എഴുതി അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടിയ രായായി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ നമ്മൾ പഠിച്ചത്? എഴുതിയോ എല്ലാ മക്കളും? അത് നോക്കട്ടെ ഒന്ന് എല്ലാവരെയും നോക്കട്ടെ. എൻ ദൈവം, എല്ലാവരും എല്ലാം എഴുതിയോ? ജുവാന സിനാലും നമ്മൾ പഠിച്ച അക്ഷരം മുഴുവൻ എഴുതി. വാ വരെ എഴുതി. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, പിന്നെ ആരാ എഴുതിയേ നോക്കട്ടെ. നിഹാര, റിദ ഫാത്തിമ, ജുവൽ സിജു, ജൂഡ് ജെമോൻ, മുഹമ്മദ് സഹൽ, അനുശ്രീ, കശ്യപ്, ദക്ഷിണ, ഡിയോൺ, യാൻദേവ് യതീഷ്, അൻവി രതീഷ്, ലാമിയ ഫാത്തിമ, ബ്രാനും അമാനും ആഷ്നിയും. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. നെക്സ്റ്റ് ആരാ എഴുതിയ നോക്കട്ടെ. എല്ലാവരും നല്ല മക്കളാണേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഏഞ്ചൽ മെരിയ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം എഴുതാം അല്ലേ? എല്ലാവരും ഓർത്ത് വെക്കുന്നുണ്ടല്ലേ? നെക്സ്റ്റ് നമ്മൾ ഏതാ പഠിച്ചത്? സിമ്പിൾ ആണല്ലേ? എന്താണ് നമ്മൾ ആദ്യം പഠിച്ച റാ? അതിന്ന് നെക്സ്റ്റ് ഇവിടെ എത്തിയ രായായി. പിന്നെന്ത് ചെയ്തു? നമ്മള് പുറത്തേക്ക് എടുത്തിട്ടു. അപ്പൊ എന്തായി? ത. ഓക്കെ, ത. ത എഴുതിയോ മക്കളെല്ലാവരും? മിസ് ഒന്ന് വൃത്തി എഴുതുന്നേ. നെക്സ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്തു? നായാണ് പഠിച്ചതല്ലേ? നാ എങ്ങനെയാ? ഒരു റാ എഴുതി, ഒരു റാ എഴുതി അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു റായും കൂടെ എഴുതി.
അപ്പൊ എന്തായി? ന. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരൊക്കെ എഴുതി? ബ്രാൻ എഴുതിയോ മോനെ? ആഷ്നി, അമാൻ. അമാൻ എഴുതിയോ? അമാനെ നോക്കട്ടെ, കാണിച്ചു തന്നെ. എവിടെ? വെർ ഈസ് യുവർ സ്ലേറ്റ്? ലാമിയ, അമാൻ, ബ്രാഞ്ചിനാബ് എഴുതി. ഓക്കെ, നെക്സ്റ്റ് ആരാ? ലാമിയ, ഫാത്തിമ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എല്ലാ മക്കളും എഴുതുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ എന്താ എഴുതേണ്ടത് നമുക്ക്? സായാണോ അടുത്തത് പഠിച്ചത് നമ്മള്? ഒരു റാ എഴുതി, ഇതിന്റെ കൂടെ ഒരു സ്റ്റെപ്പ് റാ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? വളച്ചിട്ട് മുകളിലേക്ക് കയറ്റി. സ. അപ്പോ റാ, പറ, രാ രാജാവ്, ത എന്താ പഠിച്ച നമ്മള്? തറ അല്ലേ? നെക്സ്റ്റ് ന നരി, സ കസേര. അടുത്തേതാ? പ. എഴുതുന്നുണ്ടോ മിസ്സിന്റെ കൂടെ എല്ലാവരും? ആഷ്നി എഴുതുന്നില്ലല്ലോ. ആഷ്നി കൊടുത്തു. സ്ലേറ്റ് എവിടെ? വേഗം എഴുതിയേ. തലയിൽ വെക്കരുത്, പഠിക്കില്ല കേട്ടോ. നോക്കട്ടെ ആരൊക്കെ എഴുതി നോക്കട്ടെ. ജ്വൽ സിജു എഴുതി, അതിജിത്ത് എഴുതി, ദക്ഷിതം സന്ദീപ് എഴുതി അല്ലേ? ഏഞ്ചൽ മരിയ ടി പി, ജൂഡ്, അനുശ്രീ, ജുവാന, അർണവ്, അൻവി, മുഹമ്മദ് സഹൽ, മുഹമ്മദ് അമാൻ, കശ്യപ്. നെക്സ്റ്റ് ദക്ഷിണ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഡിയോൺ. അമാൻ എന്തേ? അമാൻ കാണിച്ചു തരാത്ത സ്ലൈറ്റ്. ലാമിയ, ഫാത്തിമ, ആഷ്നി, നിഹാര എഴുതി. ഓക്കെ, വെരി ഗുഡ്. റിദ, ഫാത്തിമ. റിദേനെ കാണുന്നില്ലല്ലോ മിസ്. ഈവ തെരേസ എഴുതി. ഓക്കെ, ബ്രാഞ്ചിന മാത്യു എഴുതി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത എഴുതാം അല്ലേ? നെക്സ്റ്റ് സാ കഴിഞ്ഞ ഏതാ നമ്മള് പഠിച്ചേ? ഒരു കുഞ്ഞ് റാ എഴുതിയിട്ട് നീട്ടി വലിച്ച് മുകളിലോട്ട് പ. എന്താണ് അക്ഷരം? പ. ഉറക്കെ പറഞ്ഞേ. സേ ആൻഡ് റൈറ്റ്. ഉറക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ മക്കള്. പ. നെക്സ്റ്റ് അടുത്ത അക്ഷരം എങ്ങനെയാണെന്നറിയോ? വലിയ റാ എഴുതി, ചെറിയ വര വരച്ചു മുകളിലോട്ട്. എന്താണ്? വ. ഏതാണ്? വ. അപ്പൊ നമ്മൾ അക്ഷരദീപത്തില് പ പശുവാണ് അല്ലെ? വായോ? തവളയല്ല, പിന്നെ ഇതാ വാ. ഏതാ മക്കളെ? എന്താണ്? ബ്രാൻ എഴുതിയോ? ഓക്കെ, അപ്പൊ വാ. അപ്പോ റാ, രാ, ത, ന, സ, പ, വ. ഓക്കെ, ആഷ്നി വേഗം എഴുതിയേ. മടി പിടിച്ചിരിക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? മുഹമ്മദ് അമാൻ എഴുതണത്രേ. ഇനി നെക്സ്റ്റ് ഏതാ അമാൻ എഴുതാനില്ല നമുക്ക്? വെരി ഗുഡ് അമാൻ, സൂപ്പർ, എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാ അക്ഷരദീപത്തിൽ എഴുതാനുള്ളത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആയല്ല, വാ കഴിഞ്ഞിട്ട് ഏതാ? ലായല്ലേ? അനുസേ, ആഷ്നി ഏതാണ് അക്ഷരദീപത്തിൽ നെക്സ്റ്റ് ലെറ്റർ? ഉറക്കെ പറഞ്ഞ അൺമ്യൂട്ട് ചെയ്തിട്ട്. ഏതാണ് ദക്ഷിണ? ല അല്ലേ? ലായാണ് അടുത്ത എഴുതുന്നത് നമുക്ക്. ല. ഓക്കെ, ല നമുക്ക് എങ്ങനെയാ? റായിലൊന്നല്ല സ്റ്റാർട്ട് ചെയ്യണ്ടല്ലേ? വേറെ ഒരു ലെറ്റർ ആണ് ല. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ? ല എങ്ങനെ എഴുതണ്ടേ? ഇങ്ങനെ എടുത്തു, മുകളിലേക്ക് എടുത്തു, നേരെ എടുത്തു, താഴേക്ക് എടുത്തു, ഇങ്ങനെ എടുത്തു, മുകളിലേക്ക്. ഓക്കെ, ല. വല എന്നൊക്കെ എഴുതുന്ന മല എന്നൊക്കെ എഴുതുമ്പോ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ.
ഓക്കെ, ഒന്നുകൂടി മിസ് എഴുതി കാണിച്ചു തരാം. ഇവിടുന്ന് എടുത്തു, മുകളിലേക്ക് എടുത്ത്, നേരെ എടുത്ത്, താഴേക്ക് എടുത്തു. എഴുതി നോക്കി എല്ലാവരും. ആരാ മുമ്പിലാവും നോക്കട്ടെ? മിസ്സിനെ കാണിയ ഫസ്റ്റ് എല്ലാവരും എഴുതി തീരു നോക്കട്ടെ. ല. ഓക്കെ, ല എഴുതിയ ല എല്ലാവരും. വല, മല എന്നൊക്കെ എഴുതുന്ന നമ്മൾ ഈ ലായാണ്. ആഷ്ലിയുടെ സ്ലേറ്റ് മിസ് കണ്ടില്ല, നോക്കട്ടെ. ഞാൻ അവിടെ വരണോ? എഴുതുന്നുണ്ടോ ആള്? ആ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. കാണിച്ചേ മിസ്സിനെ നോക്കട്ടെ. ഇത്രയും അക്ഷരങ്ങൾ എഴുതി നോക്കട്ടെ. പെൻസിൽ തന്നില്ലേ അമ്മ? ഓടുത്തു എഴുതാതിരിക്കുന്നുണ്ടോ ആരെങ്കിലും? അലിയ പെൻസിൽ കൊടുക്കാത്തോണ്ട് എഴുതുന്നില്ല. എഴുതാൻ പറഞ്ഞിട്ട് എഴുതുന്നില്ല. സ്ലേറ്റ് പെൻസിൽ ഇല്ലേ? അതെയാ, നമുക്ക് അടുത്ത ദിവസം വാങ്ങാം കേട്ടാ. സ്ലേറ്റിൽ എഴുതി പഠിച്ചിട്ട് ബുക്കിൽ എഴുതിക്കോ കേട്ടാ. ആ ഓക്കെ. ഇപ്പൊ ഒരു പഴയ ബുക്കിൽ എഴുതിക്കോ. പെൻസിൽ എടുത്തിട്ട് മറ്റേ പെൻസിൽ എടുത്തിട്ട്. ഓക്കെ, അപ്പൊ ലായാണ് നമ്മൾ ഇന്ന് പഠിച്ചല്ലേ, ലാ. അപ്പൊ വായും ലായും ചേർത്താ എന്തായി? വല. വല അറിയില്ലേ? ആ ഓക്കെ, വെരി ഗുഡ്. നിഹാർ എഴുതി, വാത്തലേസി എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരൊക്കെയാ എഴുതാനില്ലേ നോക്കട്ടെ. ജുവൽ എഴുതിയോ? ജുവല്, കശ്യപ് എഴുതിയോ മോനെ? അനുശ്രീ, അനുശ്രീനെ കാണിച്ചേ. ദക്ഷിണ ആ എഴുതിയിട്ടുണ്ട്. ഇനി കുഞ്ഞില എഴുതിയ ദക്ഷിണ. ഡിയോൺ കുഞ്ഞില എന്നെ എഴുതിയിട്ടില്ലേ? കശ്യപ് എഴുതിയോ? കശ്യപേ ആ വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് അനുശ്രീ. ജൂഡ് എഴുതിയിട്ടുണ്ട്. സൂപ്പർ. കുഞ്ഞില എന്നെ അല്ലേ? ആ വെരി ഗുഡ്. റിദ ഫാത്തിമ എന്തായി മോളെ? ലാ എഴുതിയ ചിത്രം വരച്ചാണോ? ആ വെരി ഗുഡ്, ലാ എഴുതിയിട്ടുണ്ട്. ആഷ്നി എഴുതണത്രേ അല്ലേ? ബ്രാഞ്ചിനാബ് എഴുതിയിട്ടുണ്ട്. നല്ല വൃത്തി എഴുതിയിട്ടുണ്ട്. തനുസ് കൃഷ്ണ എഴുതിയിട്ടുണ്ട്. അലിയക്കുട്ടി വൈദ്യുക്ക് നെറ്റ് കിട്ടിയില്ലേ മോളെ? ലേറ്റ് ആയോ കേറാൻ? നമ്മളൊരു അക്ഷരേ പഠിച്ചുള്ളൂ കേട്ടോ. ലാ എന്ന അക്ഷരാണ് ഇപ്പൊ എഴുതാൻ പഠിച്ചത്. അമാൻ എഴുതിക്കഴിഞ്ഞോ? ലാമിയ ഫാത്തിമ, അദ്ജിത്ത് എഴുതി. ജുവൽ, ജുവൽ അവിടെ കിടന്നോ? ജുവലെ ക്ഷീണം പിടിച്ചോ ഒരക്ഷരം എഴുതുമ്പോഴേക്ക്? ആ നമ്മളൊരു അക്ഷരേ പഠിച്ചുള്ളൂ അലിയ. ല എഴുതിയല്ല. ജുവലെ എവിടെയാ കിടക്കുന്നേ? ജുവലെ വേഗം എഴുതിയേ. നല്ല മോളാവണ്ടേ, വേഗം എഴുത്. ആ എഴുതി, വെരി ഗുഡ്. കൊറേ തവണ എഴുതിയേ. ഇവിടെ 2 പ്രാവശ്യം മാത്രം എഴുതിയിട്ടുള്ള കുറെ പേര് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. കുഞ്ഞു കുഞ്ഞില കൊറേ പ്രാവശ്യം എഴുതണല്ലോ. ആ യാന്റെ എഴുതിയിട്ടുണ്ട് കൊറേ എണ്ണം. ഡിയോൺ എഴുതിയോ? അൻവി എഴുതി അല്ലേ? അൻവി. സഹൽ എഴുതി. അർണവ് എഴുതി. അർണവ് എഴുതിയോ മോനെ? ജുവാനാസിന നിറച്ചു എഴുതി അല്ലേ? അനുശ്രീ ഇത് കണ്ടില്ല. ആ വെരി ഗുഡ്. കശ്യപ് എഴുതിയോ? കശ്യപേ പിന്നെ ആരാ എഴുതാത്തേ നോക്കട്ടെ. നമ്മള് കുട്ടികൾ കുറവാണല്ലോ. ആ തനുസ് കൊറേ എഴുതി. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് എഴുതാം അല്ലെ? ഇനി ലാ പഠിച്ചോ എല്ലാവരും? പഠിച്ചവരൊന്ന് കൈ കാണിച്ചേ. യെസ്, ലായെല്ലാം പണ്ടേ പഠിച്ചു അല്ലേ മിസ്സേ? അങ്ങനെയാ വിചാരിക്കുന്നത്. ഇനി അടുത്ത ഏതാ നമുക്ക് എഴുതാനുള്ളത്? ഏതാ അടുത്തത്? മായാണോ? യെസ്, മായ എന്ന് തോന്നുന്നു അല്ലേ? നോക്കട്ടെ അക്ഷരദീപ. അൻവി ആ ലാ കഴിഞ്ഞ മ. ഓക്കെ, വല നെക്സ്റ്റ് മല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മാ എഴുതാം അല്ലേ? മാ കുറച്ച് ബുദ്ധിമുട്ടുണ്ടേ.
ഓക്കെ, നെക്സ്റ്റ് വൺ മായാണ് ഇന്ന് നമ്മൾ എഴുതാൻ പഠിക്കുന്നത് അല്ലെ. ഇത് കളഞ്ഞോട്ടെ എല്ലാം. ഇനി മ ഇങ്ങനെ എടുത്ത് ഇവിടെ മുട്ടിക്കണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ വരച്ച് ഇവിടെ മുട്ടിക്കുക. ഓക്കെ, എങ്ങനെ എടുത്ത് നമ്മള്? ഇതാണ് സ്റ്റാർട്ടിങ്. നെക്സ്റ്റ് ഇവിടെ മുട്ടിച്ചു അല്ലേ. എന്നിട്ടോ എന്താ കശ്യപേ മടിയാവുന്നുണ്ടോ എഴുതാൻ? നേരെ ഒരു വര വരക്കുക, ഇവിടെ മുട്ടിക്കുക. അപ്പൊ എത്ര സ്റ്റെപ്പായി? നമ്മൾ ആദ്യം ഇവിടെ എടുത്തു, ഇവിടെ മുട്ടിച്ചു അല്ലേ, കുഞ്ഞു പൂജ്യം പോലെ ഇട്ടു. നെക്സ്റ്റ് ഇങ്ങനെ എടുത്തു വര, പിന്നെ ഇവിടെ മുട്ടിച്ചു. ഓക്കെ, എഴുതി നോക്കിയേ മക്കളെ എല്ലാവരും. ഈ ഒരു മായ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുത്. ഇങ്ങനെ. ഇനി ഒന്നുകൂടി എഴുതുക. ഇവിടുന്ന് തുടങ്ങി ഇവിടെ ഇങ്ങനെ മുട്ടിച്ച് നേരെ ഒരു വര വരച്ച് മുകളിലേക്ക് ഇവിടെ മുട്ടിച്ചു. മ പറഞ്ഞോണ്ട് എഴുതിയേ, എല്ലാവരും പറഞ്ഞോണ്ട് എഴുതിയേ. മ മ ഇതുണ്ടോ? ഇതിന്റെ മുകളിൽ തന്നെ എഴുതിക്കോ കുറേ പ്രാവശ്യം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്. പിന്നെയോ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്ത്? രണ്ടാമത് ഇത് ഇത്ര പോലെ എടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇവിടെ ഇങ്ങനെ മുട്ടിച്ചു അല്ലേ. പിന്നെന്ത് ചെയ്തു? മൂന്നാമത്തത് ഇങ്ങനെ വരച്ചു അല്ലേ, ഇത്ര പോലെ. പിന്നെന്ത് ചെയ്യണം? ഇവിടെ മുട്ടിക്കണം. മ. ഓക്കെ, ഓക്കെ പഠിച്ചോ? പഠിച്ചോ മക്കളെ? മ. വെരി ഗുഡ്. ജുവാന നല്ല സൂപ്പർ എഴുതിയിട്ടുണ്ട്. നോക്കിയേ അല്ലേ. നെക്സ്റ്റ് ആരാ എഴുതിയേ? ദക്ഷിണ എഴുതിയിട്ടുണ്ട്, നല്ല സൂപ്പർ മാ. കശ്യപ് എഴുതിയിട്ടുണ്ട്, കുഞ്ഞുണ്ണി നല്ല മാ അല്ലേ. പിന്നെ ആരാ? യാൻദേവ് എഴുതിയിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ട് മാ. ഓക്കെ, നെക്സ്റ്റ് ആരാ? ബ്രാഞ്ചിനാവ് എഴുതിയിട്ടുണ്ട്, നല്ല മാ അല്ലേ. അയ്യോ, മിസ്സിനെ തോപ്പിക്കുന്നുണ്ട് ഇവര്. അവര് നന്നായി എഴുതിയിട്ടുണ്ട് എല്ലാവരും. തനുസ് കൃഷ്ണ എഴുതി, അലിയ ഫാത്തിമ എഴുതി, ഇവ തെരേസ എഴുതിയോ? ലാമിയ ഫാത്തിമ. ആഷ്നി എന്തായി? എഴുതുന്നുണ്ടോ? ഏഞ്ചൽ മരിയ ടി പി ഇന്ന് വീഡിയോ ഓൺ ആക്കിയടാ. ബ്രാഞ്ചിനാവ് മാത്യു എഴുതിയോ? നെറ്റ് ക്ലിയർ ഇല്ല. റിത എഴുതി കഴിഞ്ഞോ? റിത, സഹൽ, അൻവി, ആർണവ് എല്ലാ മക്കളും എഴുതിയേ? എഴുന്നേറ്റി സൂപ്പർ പാളാണേ. ഓക്കെ, ഇതാ ജൂഡ് ജെയ്മോ നല്ല എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെന്താണ് അർണവേ കയ്യില്? അയ്യോ, ഞാൻ പേടിച്ചു പോയി മിസ്സേ. ഇത് കണ്ടോ? അർണവിന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്തോ ഉണ്ട് കയ്യില്. അയ്യോ, ഞാൻ ആദ്യം പേടിച്ചു എന്തിനാണാവോ എടുത്തത്. അനുശ്രീ എഴുതുന്നില്ലേ? അയ്യോ, ജുവല് ക്ഷീണം പിടിച്ചു എഴുതിയിട്ട്. എന്ത് ചെയ്യാനാണ് ഈ മിസ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇത് വലിഞ്ഞാ പോയില്ലേ? ഓക്കെ, അപ്പൊ എല്ലാ മക്കളും പഠിച്ച ഇന്ന് 2 അക്ഷരം നമ്മൾ ഇന്ന് പഠിച്ചു അല്ലെ. നിഹാര പൊക്കി കാണിക്കാണ് മിസ്സിന. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നിഹാര. ദക്ഷിണ എഴുതിയിട്ടുണ്ട്, കശ്യപ് എഴുതിയിട്ടുണ്ട്, അനുശ്രീ, ദക്ഷിണ അതിന്റെ പാസ്വേഡ്. നെക്സ്റ്റ് ഡിയോൺ, ജ്ഞാൻദേവ്, യതീഷ്, ജൂഡ് ജെയ്മോൻ, മുഹമ്മദ് സഹൽ, ആർണവ വിനേഷ്, ജുവൽ സിജു, അതിജിത്ത്, ദക്ഷിതം സന്ദീപ്, ഇവ തെരേസ, ലാമിയ ഫാത്തിമ, ആഷ്നി കെ അജിത്ത്, തനുസ് കൃഷ്ണ, മുഹമ്മദ് അമാൻ, ഏഞ്ചൽ മരിയ, അലിയ ഫാത്തിമ, അൻവി, രതീഷ്, ബ്രാഞ്ചിന മാത്യു. എല്ലാ മക്കളും നന്നായി എഴുതിയിട്ടുണ്ട് അല്ലേ.
ഈ ഇത്ര വേഗം മിസ് പഠിക്കുന്നു വിചാരിച്ചേ ഇല്ല. സ്വന്തം എഴുതാൻ പഠിച്ചോ? ആഹാ, ഇതാ റിദ ഫാത്തിമയെല്ലാം സൂപ്പറുമായിട്ട് ചോക്കറുത്. ഓക്കെ, അപ്പൊ ഇത് നന്നായി പഠിച്ചു അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ റ ര ന ത പ വ സ ല മ. ഓക്കെ അൻവി, സൂപ്പർ. എല്ലാ അക്ഷരവും എഴുതി അല്ലെ? എല്ലാരും ഒന്ന് എല്ലാം എഴുതിയേ, മുഴുവനും എഴുതിയേ. ആ സ്ലൈറ്റില് നല്ല അടുക്കി പറക്കി ഒരു സൈഡിൽ നിന്നേ എഴുതിയേ, കുഞ്ഞു കുഞ്ഞു ആയിട്ട് എഴുതിയേ. എങ്ങനെ എഴുതണ്ടേ? റ ര ന ത സ പ മ ല. അയ്യോ, നാ എത്തി അൻവിക്ക്. ഇതാ അൻവി നാ വരെ എത്തി. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക് എന്താ? നമ്മുടെ അക്ഷരദീപത്ത് ഹോംവർക്ക് ഏതാ? മ അല്ലേ? മല ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഹോംവർക്ക് എഴുതണം. അതോടൊപ്പം നമ്മുടെ 2 ലൈൻ ബുക്കിലും എഴുതണം കേട്ടോ. ഇതേ അക്ഷരം 2 ലൈൻ ബുക്കിലും എല്ലാ മക്കളും നല്ല നീറ്റിൽ എഴുതുക കേട്ടോ. സ്ലേറ്റിൽ എഴുതി പഠിച്ചതിന് ശേഷം ഇതിലെഴുതുക. ലാ എഴുതി കഴിഞ്ഞോ അൻവി? അൻവി ലാ എഴുതി, റിദ ഫാത്തിമ എഴുതി. അക്ഷരദീപം ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലേ? ഇതെന്താ ജുവല എല്ലാം തടഞ്ഞു വെച്ചത്? ഓക്കേ, തനുസ് എഴുതിയോ? അക്ഷരദീപം ബുക്ക് എല്ലാവരും എഴുതണം ഇന്ന് ഹോംവർക്ക്. ഇത് വേണ്ട. ഓക്കെ മക്കളെ, എന്താ നിഹാരല്ലേ എഴുതി, ജൂഡ്ജി മോൻ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി ഫസ്റ്റ് മുതൽ എഴുതുന്നേ എല്ലാവരും. ആരാ ഫസ്റ്റ് കൈ നോക്കാലോ? മിസ്സാണോ കുട്ടികളാണോ നോക്കട്ടെ? ഫസ്റ്റ് മുതൽ എഴുതുന്ന നമ്മള് മക്കളെ. ആരാ ഫസ്റ്റ് കൈ നോക്കട്ടെ? ഞാനാണോ? ഇപ്പൊ ക്ലാസ്സാ? 10:45 ന സ. എനക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട്. എന്നാ മിസ് സെറ്റ് ചെയ്യുന്ന അപ്പറായിരുന്നു സെറ്റ് ചെയ്യണ്ട് അല്ലേ? എന്നാ കഴിഞ്ഞ പ വ. എനക്കുണ്ടാ ഒന്ന് 10:45. ഞാൻ അടുത്ത് പോവാ അല്ലേ? നെക്സ്റ്റ് ഏതാ? സ പ വ ല. നെക്സ്റ്റ് നമ്മളിപ്പം പഠിച്ച ലാസ്റ്റ് വൺ ഏതാ? മ അല്ലേ? ഓക്കെ, അപ്പൊ റ ര ത ന സ പ വ ല മ. മടുത്തോ അൻവി? എഴുതി മടുത്തോ? അപ്പൊ ഇന്ന് നമ്മൾ 2 അക്ഷരം പഠിച്ചു. അധികമായി പോയോ മക്കളെ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ഏതാന്നറിയോ? ഇങ്ങനെ എടുത്ത് ഇവിടെ വെക്കണം. നായാണേ, അപ്പൊ ഇവിടെ വെക്കണം. വെരി ഗുഡ് അൻവി. നെക്സ്റ്റ് ഇതെന്താ? ന, വീണ, അരണ എന്നൊക്കെ എഴുതുമ്പോ ഈ നായാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഇവിടെ എടുത്തു, റാക്ക് ആദ്യം ഉള്ളിൽ കൂട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. 1, ഇത് ഒരു സ്റ്റെപ്പ് അല്ലേ? രണ്ടാമത് എന്ത് ചെയ്യണം? ഇതേ ഇവിടുന്ന് ഒരു റായ എഴുതുക. നെക്സ്റ്റ് ഇതേ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു റായും കൂടി എഴുതുക. ന. എന്താണ്?
ണ ഉണ്ടോ? ണ. ഓക്കേ. മടുത്ത മക്കൾക്ക് എഴുതിയിട്ടുന്നേ. ഇപ്പൊ ഒരു ണ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ തന്നെ എഴുതുക കേട്ടോ. എങ്ങനെ? ഒരു ണ എഴുതി വെക്കാൻ അമ്മയോട് പറയുക. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ. വീണ്ടും എഴുതുക. ണാന്ന് പറഞ്ഞുകൊണ്ട് എഴുതണേ. നെക്സ്റ്റ് ഒന്നുകൂടി എഴുതുക. ഉണ്ടോ? ഇതിന്റെ മുകളിൽ തന്നെ എഴുതിക്കൊണ്ടിരുന്നാൽ മക്കളെ പഠിക്കും. ഓക്കെ. പഠിച്ചോ എല്ലാവരും? ല മ ന. ണ വീണ അല്ലെ? വീണേരല്ലേ പിക്ചർ ഉള്ളത്? ഓക്കെ. ലാമിയ എഴുതി മടുത്ത് ചൊടിച്ചു എല്ലാവരോടും. ഇനി എഴുതാനൊന്നും പറ്റൂല എന്നാ പറയുന്നത് ആണോ? ഓക്കെ. നായും പഠിച്ചു എല്ലാവരും. എല്ലാവരും എഴുതി ണ. ഓക്കെ. അപ്പൊ ഇന്ന് എല്ലാവരും എഴുതി നോക്കണേ കേട്ടോ. എല്ലാവരും ഇനി ഇന്നല്ല, അതിന് അടുത്ത ആഴ്ച വരെ എഴുതി നോക്കണേ. അത് അത്രയും കാര്യങ്ങൾ ഫസ്റ്റ് മുതൽ എഴുതണം. മുതൽ മുഴുവനും എല്ലാ ദിവസവും എഴുതി നോക്കണേ. ഓക്കെ. അതുപോലെ അക്ഷരദീപം ബുക്ക് കംപ്ലീറ്റ് ചെയ്യണേ. അതേ കാര്യം 2 ലൈൻ ബുക്കിലും എഴുതുക. ഓക്കെ. നമ്മുടെ സമയം കഴിയാറായി മക്കളെ. ഓക്കെ. ബൈ. എല്ലാവരും എഴുതി മടുത്തില്ലേ? ബൈ. See you. Bye. Okay.